ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അമ്മാസ് ഡേ ഔട്ട് ആണ്. ഈ ബേബീസ് ഡേ ഔട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അമ്മാസ് ഡേ ഔട്ട് ആണ്. അമ്മ ഇപ്പൊ വന്നിട്ട്, അമ്മ മിനിയാന്ന് രാത്രി വന്നതാണ്. അപ്പൊ ഇന്നലെ ഫുള്ള് നമ്മള് കുറച്ച് കുക്കിംഗ് പരിപാടികളും പിന്നെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, പിന്നെ ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഞാൻ പറഞ്ഞ ഒന്നും റെക്കോർഡായില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആദ്യം നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ആ ബ്ലഡ് ടെസ്റ്റിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ ലഞ്ചിന് പോകാനാണ് പ്ലാൻ. കാരണം അവിടെ ഇത്തിരി നേരം എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലഞ്ചിന് പോകും. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും എനിക്കും കൂടി പാർലറിൽ പോകാനുണ്ട്. എനിക്കൊന്ന് മുടി വെട്ടിക്കണം എന്നുണ്ട്. പിന്നെ കുറച്ച് ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് നല്ല തലയൊന്ന് മസാജ് ചെയ്യണം എന്നുണ്ട്. അമ്മയ്ക്ക് ഒരു ഫേഷ്യലും പെഡിക്യൂറും. ഇതൊക്കെയാണ് പ്ലാൻ. പിന്നെ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഒരു ചെറിയ ഷോപ്പിങ്ങും. ആണോ? ധോണി വന്നതിന് ശേഷമാണ് ഒരു അതിന്റെ ബേസ് കൊണ്ടുവന്ന ഗാംഗുലി അതുവരെ എല്ലാ പാവങ്ങളെ പോലെ അപ്പാവികള് അമ്മ ഭയങ്കര ക്രിക്കറ്റ് പ്രേമിയാണ് കേട്ടോ. അപ്പൊ അമ്മയും വൈഷും കൂടി പണ്ടത്തെ ക്രിക്കറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്. പണ്ടേ തൊട്ട് അമ്മയ്ക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് കാണും, അതല്ലാണ്ട് ഒളിമ്പിക്സ് വരുമ്പോഴത്തേക്കും കുറെ ഇവന്റ്സ് ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മ സ്റ്റേഡിയത്തിൽ പോയി മാച്ച് കണ്ട വിവരമൊന്നും എനിക്ക് അറിയണ്ടായില്ല കേട്ടോ. ചിന്നസ്വാമി സ്റ്റേഡിയം. പിന്നെ അവിടെ ഒരു ടെസ്റ്റ് മാച്ച് ആയിരുന്നു തോന്നുന്നു. ശ്രീകാന്ത് ക്യാപ്റ്റൻ, പിന്നെ ഇന്ത്യയുടെ, പിന്നെ പാകിസ്ഥാന്റെ ഇമ്രാൻഖാൻ. അപ്പം ഇന്ത്യക്കാണ് ബാറ്റിംഗ് ആദ്യം. തുടക്കം തന്നെ ഫസ്റ്റ് ഓവറോ സെക്കൻഡ് ഓവറോ മറ്റോ ശ്രീകാന്ത് ആയിരുന്നു ഓപ്പണർ. ഓടി ഒരു റണ്ണ് കിട്ടാൻ വേണ്ടി ഓടി നടുക്ക് നിറയെ വീണ് കൊടുത്തു. വീണിങ്ങനെ ഊരി അങ്ങ് പോവാ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. ഒരു ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഴിക്കാൻ പോകണം. പിന്നെ എന്താണ്, കുറച്ച് ഷോപ്പിംഗ് പരിപാടികളുണ്ട്. എനിക്ക് കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട്. പിന്നെ മുടി വെട്ടാൻ പോകണം. മുടി വെട്ടണമെന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പക്ഷെ അറ്റത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റൻസ് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് മുടി ചിലപ്പോൾ ഞാൻ ഷോർട്ടാക്കണോന്ന് മുടി മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുടി. അതുകൊണ്ട് ഷോർട്ടാക്കാൻ സമ്മതിക്കാറില്ല, അഭിപ്രായം പറയും. റിലയൻസ് കഴിഞ്ഞിട്ടാണോ ഇത് പോണ്ടേ? നമുക്ക് എവിടെ അമ്മ? റിലയൻസിലാക്കി നിർത്തിയിട്ട് ആ വഴിയാണോ പോവാ നമ്മള്? വേഷം അമ്മ ചക്ക കണ്ടു, അപ്പൊ അമ്മക്ക് ചക്ക വേണം ചക്കക്കുട്ടി. അപ്പോൾ നമ്മള് മുടി അധികം ഷോർട്ട് ആക്കണില്ല വിചാരിക്കണം. പക്ഷെ എന്നാലും ഈ റഫ് എൻസ് ഒന്ന് കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. പിന്നെ അമ്മയ്ക്കും എന്തൊക്കെയോ പരിപാടികളുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാം പാർലറിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ എന്റെ സൗകര്യത്തിന് രാത്രിയൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് രാത്രി ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പൊ അതിനും പോണം. അങ്ങനെ ഇന്ന് ഒരു പാക്ഡ് ഡേ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് വരാം. അമ്മയ്ക്ക് നമ്മൾ കുറച്ച് ബാംഗ്ലൂരിലെ ഹാപ്പനിങ് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് കോർമംഗ്ല. ഇവിടെയാണ് ഇന്ന് പബ്ബുകൾ കണ്ടോ, എല്ലായിടത്തും കടകളും. ഈ നിറയെ സ്ഥലങ്ങൾ കടകളും ഷോപ്പിങ്ങും അങ്ങനെയായിട്ട് നിറഞ്ഞിരിക്കുക. ഒരു തുള്ളി സ്ഥലം ഉണ്ടല്ലോ വേക്കൻ്റ് ആയിട്ട് എവിടെയും കാണല്ലോ. എല്ലായിടത്തും എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാവും, അവിടെ എന്തെങ്കിലും കടയുണ്ടാവും. ചെറിയ സ്ഥലമാണെങ്കിലേ എന്തെങ്കിലും കടകളും ആയിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകേണ്ടതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നാളെ തിരക്കാണ്. ഇന്ന് വലിയ ഇതില്ല അല്ലെ, സൺഡേ ആയതുകൊണ്ടായിരിക്കും അല്ലെ. ഇന്ന് ഭയങ്കര ഒരു തിരക്കില്ല. വൈകിട്ടൊക്കെ ഇവിടെ കൂടെ നടക്കുമ്പോഴേ നിറയെ ആൾക്കാരും ബഹളവും വണ്ടിയും ഒക്കെയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൈനീസ് കുസീൻ. അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് ഞങ്ങൾ കുഞ്ഞിതായിരുന്നപ്പോൾ നമ്മൾ എല്ലാ മാസവും ഒരിക്കലാണോ പോവുക ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ അല്ലേ? ഒരു അതെ. ഏത് മോള്?
അവിടെ എന്തോ ഒരു മാളില്ലേ, ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റാണ്. എന്താണെങ്കിലും നമ്മൾ അവിടെ പോകുമായിരുന്നു എല്ലാ മാസവും ഒരിക്കൽ എന്നുള്ള കണക്കായിരുന്നു. അവിടെ പോയിട്ട് നല്ല ഫ്രൈഡ് റൈസും നൂഡിൽസും നല്ല ചിക്കനൊക്കെ കഴിച്ച് ബീഫും ചില്ലി ബീഫൊക്കെ കഴിക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ഓർമ്മയാണ്. എന്നിട്ട് അങ്ങനെ ഒരിക്കൽ പോയപ്പോഴാണ് മീശമാധവന്റെ റിലീസ്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അവിടെ എന്നിട്ട് മീശമാധവനെല്ലാം വരുമ്പോഴേക്കും നമ്മൾ എവിടെയായിരുന്നു? അതാ ഞാൻ പറഞ്ഞപ്പോ മേനകയല്ല, സരിത സവിത അതന്നെ. അതാണ്. അപ്പൊ അതിന് മുന്നേ ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് അവിടെ ഒരു അതെനിക്ക് ഞാൻ തീരെ പൊടിയായിരിക്കും. നിങ്ങൾ തീരെ അപ്പോഴാണ് എനിക്ക് തല അത് ഞങ്ങളില്ലാത്തപ്പോഴാണ്. അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ്. ഞങ്ങളില്ല ആ സമയത്ത്. എനിക്ക് ഓർമ്മയുള്ളത് അതെനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങള് അതെനിക്ക് അമ്മ പറഞ്ഞിട്ട് അറിയാം. ഞങ്ങള് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ള വെച്ചാൽ ആ ഒരു തിയേറ്ററിന്റെ അടുത്ത് നമ്മുടെ MG റോഡ് പോകുന്ന അവിടെയാ. ഭയങ്കര ഒരു ഓർമ്മയാണ്. റെഡി ഡൂയിങ്. വിശക്കണുണ്ട്. വൈഷ രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല. ആ ഒരു കുരുത്തക്കേടിന്റെ പുറത്തിറങ്ങിയതാണ്. ഉച്ചയായപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റാർട്ടേഴ്സും പിന്നെ കുറച്ച് മെയിൻ കോഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കത് പെർട്ടിക്കുലർലി ഭയങ്കര ഫോണ്ട് മെമ്മറിയാണ്. കാരണം ഫാമിലി ആയിട്ട് നമ്മൾ ചൈനീസ് ക്വിസീൻ്റെ ഒരിത്തിരി കൈവശം തന്നിട്ടുണ്ടാരോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടേ തൊട്ട് ഞങ്ങൾ പോകുന്ന ഫാമിലി റെസ്റ്റോറൻറ്റ്സ് ചൈനീസ് ക്വിസീനാണ്. അതും അല്ലാണ്ട് നമ്മൾ ഈയിടെയാണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ചിയാങ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ചിയാങ്ങിൽ മാത്രമാണ് പോയിട്ടുള്ളത്. എന്തോ അവിടുത്തെ നൂഡിൽസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വേറെ എവിടെയും ടേസ്റ്റ് ചെയ്യാത്ത പോലത്തെ നൂഡിൽസാണ് അവിടെ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഡെഫിനറ്റ്ലി എന്തായാലും എറണാകുളത്ത് ചിയാങ് റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ അമ്മയുടെയും ചിപ്പിയുടെയും പപ്പയുടെയും എല്ലാവരുടെയും ഫേവറേറ്റാണ്. വൈഷുവിന് കൊടുത്തപ്പോഴും വൈഷുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഡ്രാഗൺ ചിക്കൻ പിന്നെ പ്രോൺസിൻ്റെ ഒരു ഐറ്റം. വൈഷുവിന് എവിടെ ചെന്നാലും പ്രോൺസിൻ്റെ ഒരു ഐറ്റം നിർബന്ധമാണ്. പിന്നെ ഒരു മിക്സ്ഡ് നൂഡിൽസും മിക്സ്ഡ് ഫ്രൈഡ് റൈസും. അവരോട് മലയാളത്തിൽ ചോദിച്ചതാണ് സ്പൈസി ആണോ കണ്ടിട്ട് സ്പൈസി ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ട്രൈ സ്പൈസി ആണേ ഇതല്ലോ. അപ്പം പറഞ്ഞത് കാര്യമില്ല. നമ്മളങ്ങനെ നല്ലൊരു ലഞ്ച് കഴിഞ്ഞ് ഇറങ്ങി. കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ, ബാക്കി മുഴുവനും പാർസൽ ചെയ്തു. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് ഞങ്ങൾ വിചാരിച്ചതിലും മുന്നെയാണ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നേരെ സലൂണിൽ പോയിട്ട് മുടി വെട്ടുന്ന പരിപാടിയൊക്കെ നോക്കാം. മുടി വെട്ടുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് എനിക്കും പേഴ്സണലി എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മുറിച്ച് കളയണ്ടല്ലോ എന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും. പക്ഷെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ചാൽ ഒരു ഭംഗി കൂടുമല്ലോ. അതങ്ങനെ ചെയ്യാം. പോകുന്ന വഴിക്ക് നല്ല കരിക്ക് കണ്ടിട്ട് കുറച്ച് കരിക്കും മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. മാങ്ങ മേടിക്കാമേ നമുക്ക് ഓൺലൈൻ. അയ്യാ അങ്ങനെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഭയങ്കര ക്ഷീണം കേട്ടോ. വൈഷുവാണ് പാവം ഫുള്ള് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അമ്മ ടയർഡാണോ അമ്മ? ടയർഡ് ആവണമെങ്കിലാവാന്നൊക്കെ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കയറി മേടിച്ച് നമ്മളിത് നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മളുടെ സലൂൺ യാത്ര വൈകിട്ടത്തേക്ക് മാറ്റി. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടും ഭയങ്കര വെയിലും മൊത്തത്തിൽ അങ്ങോട്ട് ക്ഷീണമായിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ക്ഷീണിപ്പിക്കുന്ന വെയിലാണ്, അതാണ് പ്രശ്നം. ആൻഡ് വി ആർ ബാക്ക് ഹോം. കുറച്ച് അയൺ ചെയ്യാൻ കൊടുത്ത് തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. സോ അതൊക്കെ വഴിയിൽ നിന്ന് എടുത്തു. വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടവറിൻ്റെ താഴെ തന്നെയാണ് ഈ അയൺ ചെയ്യണ ആൾക്കാരുടെ കട. അപ്പോൾ അതൊക്കെ എടുത്തു വരുന്ന വഴിക്ക്. അതൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ഡ്രസ്സൊക്കെ മാറി. ഇനി സുഖമായിട്ടുള്ള ഉറക്കം. കാരണം തീരെ വയ്യ, നല്ല ടയർഡായിരിക്കുന്നു. ഇന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് മുടിയുടെ പണിക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ആ വഴിക്ക് പാർട്ടിക്കും പോയിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ കുറച്ചൊന്നും നടക്കാണ്ട് പോയൊരു ദിവസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിങ്ങിന് പോകണം, പിന്നെ വൈകിട്ട് പാർലറിൽ പോകണം എനിക്കും അമ്മയ്ക്കും കൂടി എന്നൊക്കെ. ഒന്നും നടന്നില്ല. എല്ലാവരും വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ വൈകിട്ട് അമ്മയുടെ അടുത്ത് പാർലറിൽ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, എനിക്കൊന്നും വയ്യ, നീ പോയിട്ട് വന്ന് പറഞ്ഞു. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ഒന്നും നടക്കില്ല. അങ്ങനെ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഡ്രസ്സ് മാറി ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ് കേട്ടോ. ഇന്ന് ഇനിയിപ്പം ഇവിടെ പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ നൈസായിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റും. മുടിയുടെ സംഭവങ്ങളൊക്കെ
കാരണം ഈ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചു വരാമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യണം, എന്നിട്ട് ഇറങ്ങാം. ഇപ്പം തന്നെ ഇത്തിരി ലേറ്റായി, അപ്പോൾ വേഗം ഗിഫ്റ്റ് പാക്ക് ചെയ്ത് ഇറങ്ങാം. കോമ്പറ്റീഷൻ ആയിട്ടൊന്നുമില്ലല്ലോ, അത് കുഴപ്പമില്ല. അത് ഊരിക്കോ, ആ സെല്ലോ ടേപ്പ് അങ്ങോട്ട് ഊരിക്കോ, മെല്ലെ ഞാൻ ഊരിത്തരാം. ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് പോകാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എത്തി, എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എത്തിയപ്പോഴത്തേക്കും കേക്ക് കട്ടിങ് ആയി കഴിഞ്ഞു. ഫെമിയുടെ അരഞ്ചേട്ടൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ആയി കഴിഞ്ഞു, എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോഴത്തേക്കും കലപിലയ്ക്ക് ഒരു കുറവുമില്ല. ഇപ്രാവശ്യത്തെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സ് കൂടി ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാണ്ട് നമ്മളെ ഒന്നും കൂട്ടാണ്ട്. അപ്പോൾ നമ്മൾ പ്രതികരിക്കുകയായിരുന്നു, ഫാമിലി ട്രിപ്പ് പോവാം, എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവർ വലിയ കണക്കിലെടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഫുട്ബോളായി വിഷയം. ഇപ്പോൾ ഫുട്ബോളിനെ ചൊല്ലിയിട്ടാണ് ബ്രസീൽ അർജന്റീന ഫാൻസൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാണ്. എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല, പക്ഷെ അവരുടെ ഒരു മനസ്സ്. നമുക്കിവിടെ നമ്മുടെ ഗാർലിക് ബ്രെഡിലും ഫ്രൈസിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറയുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പതിവിന് വിപരീതമായി ഭയങ്കര ചെറിയ വീഡിയോ ആണ് ഇന്ന്. എൻ്റെ യൂഷ്വൽ 30 മിനിറ്റ് 40 മിനിറ്റ് വ്ളോഗിങ്ങിന് പകരം ഇതൊക്കെ ഭയങ്കര ചെറുതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും കുറേ ഇവൻറ്റ്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ദിവസം അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്തപ്പോഴത്തേക്കും പകുതി സമയം ട്രാഫിക്കിൽ കിടന്ന് പോയത് കൊണ്ട് ബാക്കി സമയം ക്ഷീണിച്ചും ഉറങ്ങിയും തീർത്തു. അതുകൊണ്ട് ഇന്ന് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വ്ളോഗ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തീർന്നു. അങ്ങനെ കുറേ കലവിലയ്ക്ക് ശേഷം നമ്മളെല്ലാവരും പിരിഞ്ഞു. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മനുഷ്യേട്ടൻ്റെ ആസ്ഥയുടെയും വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നും ബൈ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അവിടെ നിന്നും ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അരുൺചേട്ടൻ്റെയും ഫെമിയുടെയും വീട്ടിലേക്കാണ്. കാരണം അവരെയും കുറച്ച് ശല്യം ചെയ്യണമല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിന്ന് ഗുഡ് ബൈ പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.